ഛത്തീസ്ഗഡിൽ വെച്ച് നിയമവിരുദ്ധവും ക്രൂരവുമായ വേദനകൾക്ക് ഇരയാകേണ്ടി വന്ന സിസ്റ്റർ പ്രീതി, സിസ്റ്റർ വന്ദന എന്നിവർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്കമാലിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത റാലി നടന്നു. അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലിക്ക് അതിരൂപത വൈദികർ, സിസ്റ്റേഴ്സ്, സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിയമുള്ളവരെ, നമ്മളുടെ റാലി തുടങ്ങിയ ഇടത്തു നിന്ന് തന്നെ ഞങ്ങൾ അതിരൂപത കുടുംബമല്ലാതെ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ സന്ദേശം നൽകി. നാം വൈദികരും സിസ്റ്റേഴ്സും ഒന്നും ഇപ്രകാരം കൊടിയും പിടിച്ച് തെരുവിലിറങ്ങുന്നത് നമ്മുടെ സമരചരിത്രത്തിന്റെ ഭാഗമല്ല. നാം അങ്ങനെ ഇറങ്ങാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഗതികെട്ടാലേ നമ്മൾ ഇറങ്ങാറുള്ളൂ. പക്ഷേ ഇറങ്ങിയത് സത്യമാണ് എങ്കിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നേടുന്നത് വരെയും വെച്ചകാല് പിന്നോട്ടെടുക്കാത്തവരാണ് ഈ ക്രിസ്ത്യാനികള് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് വിചാരിച്ച് നിസ്സാരമായി ആരും എഴുതിത്തള്ളേണ്ടതില്ല. ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും, പക്ഷേ ഏതൊരു പക്ഷത്തെയും അതിജീവിക്കാൻ പോരുന്ന ക്രൂശിതന്റെ കരുത്ത് ആത്മാവിൽ ആവഹിച്ച ശക്തിയുള്ളവരാണ് ഞങ്ങള് എന്ന സത്യം ആരും വിസ്മരിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ASMI സന്യാസിനി സമൂഹത്തിലെ രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര്, സിസ്റ്റർ പ്രീതി മേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിയപുത്രിയാണ് എങ്കിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് തലശ്ശേരി അതിരൂപതയുടെ മകളാണ്. അവർ രണ്ടുപേരും ഇന്ന് ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീകരതയ്ക്കിരയായി ജയിലിൽ കഴിയുന്ന ഗതികേടിന്റെ സാഹചര്യത്തിലാണ് നാം ഈ പ്രതിഷേധാഗ്നിയുമായി ഈ അങ്കമാലിയുടെ മണ്ണില് ഒരുമിച്ച് ചേരുന്നത്. വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ആമുഖ സന്ദേശം നൽകി. അപ്പോൾ ആ രക്തസാക്ഷികളെ സഭയ്ക്ക് നൽകിയിട്ടുള്ള റാണി മരിയെയും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റർ വത്സയെയും ഒക്കെ നമ്മൾ ഓർക്കുന്നു. അവരുടെ പാതയിലാണ് ഈ മേരി ദീപ്തി സിസ്റ്ററും ഈ വന്ദന ഫ്രാൻസിസ് സിസ്റ്ററും. പ്രിയമുള്ളവരെ, നമ്മുടെ ചങ്ക് പിടയ്ക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. എന്നെ മാധ്യമങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവം നമുക്കറിയാം. ബജ്രംഗ് ദൾ എന്ന് പറയുന്ന റാണി മരിയ സിസ്റ്ററെ കൊന്ന ഒരു സംഘടനയാണ്. അത് ഈ സംഘ് പരിവാറിന്റെ പോഷക സംഘടനയാണ്. അതിന് ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഞാൻ വിവരിക്കുന്നില്ല, അതിനുള്ള വേദിയല്ല ഇത്. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ഹൈന്ദവ രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കുക. അങ്കമാലി ബസിലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അധ്യക്ഷനായി. അവർ മുറുകെ പിടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചെന്നാല്
പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു ചിന്ത വെച്ചു. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ എത്രയൊക്കെ അടിച്ചമർത്തപ്പെട്ടാലും, എത്രയൊക്കെ മുറിവേൽക്കേണ്ടി വന്നാലും, എത്രയൊക്കെ തകർക്കപ്പെടേണ്ടി വന്നാലും അത് തകരുകയല്ല. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. വികാരി ജനറൽ ഫാദർ ജിമ്മി പൂച്ചക്കാട്, അൽമായ മുന്നേറ്റം സെക്രട്ടറി PP ജയരാജ്, സിസ്റ്റർ മെറിൻ ഫ്രാൻസിസ്, ദീപ ബൈജു, ഷൈജു ആന്റണി, റിജു കാഞ്ഞുകാരൻ, സിനോബി ജോയി, KM ജോൺ, തോമസ് ഇടശ്ശേരി, ഷാജൻ, വർഗീസ് കൈതാരത്ത്, ജോജി പുതുശ്ശേരി, റിൻസൺ, പോൾ വർഗീസ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ ഷിജോ മാത്യു സ്വാഗതം ആശംസിച്ചു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന, അങ്കമാലിയുടെ മണലാരുണ്യങ്ങളിലൂടെ ചവിട്ടി വളർന്ന, നമ്മൾ വളർത്തി, നമ്മൾ വലുതാക്കി, ഈ സഭയുടെ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു കന്യാസ്ത്രീ അടക്കം 2 പേര് ഉത്തരേന്ത്യയിൽ കിരാതമായ സംഘപരിവാർ ശക്തികളുടെ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായി കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. മീര അവരാച്ചൻ നന്ദിയും പറഞ്ഞു. CJ ജോയ്, സിറ്റി വോയ്സ് റിപ്പോർട്ടർ.